അർഹമായിരിക്കുന്ന ആളാണ് ബേബി സാറ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് താഴോട്ട് ഇറങ്ങാം. നമ്മുടെ ബേബി സാർ അവാർഡുമായിട്ട് ആ മൂലയ്ക്ക് ഒന്ന് പോയി നിൽക്കണം. ഓക്കെ, അടുത്തത് ജനറൽ സെക്രട്ടറിയെ വിളിക്കുന്നു ആ അവാർഡ് കൊടുക്കുവാനായിട്ട്. അവാർഡ് ഒന്ന് കയ്യടി കൊടുത്തു. നമ്മുടെ ഗ്രൂപ്പിന്റെ മാത്രം പേരാണ് കാർട്ടൂൺ ഗൈഡ് അവാർഡ് നൽകുകയാണ്. ജനറൽ സെക്രട്ടറിക്ക് പോയിരിക്കാം. പ്രാക്ടീസ് തുടങ്ങി ഇന്ന് തൊടുപുഴയിൽ അറിയപ്പെടുന്ന അഡ്വക്കേറ്റായി മാറിയിട്ടുള്ള അഡ്വക്കേറ്റ് KP അനുവിന്റെ ബിജോണിന്റെയും സാന്നിധ്യത്തിലാണ് അഡ്വക്കേറ്റ് E. റഹീം സാറിന് ഞങ്ങൾ ഈ മൊമെന്റോ സമർപ്പിക്കുന്നത്. അതിന്റെ പേരാണ് ലെജൻഡ് ഓഫ് പബ്ലിക് ലീഡർ. സാറിനെ എപ്പോഴും ഓർത്തിരിക്കാം. ഓക്കെ, സീനിയർ മിക്സ് അവാർഡ്. ഓക്കെ, നെക്സ്റ്റ് അതിലെ ഒന്ന് കൈയടിക്കും. നമസ്കാരം, എൻ്റെ പേര് സോണിയ സൈമൺ. ഞാൻ പെരുമ്പാവൂരിൽ വരുന്നു. സാറിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും ചോദിക്കാനില്ല, 1-2 കാര്യങ്ങളെ ചോദിക്കാനുള്ളൂ. സാർ എങ്ങനെയാണ് ഈ എഴുത്തിലേക്ക് കടന്നു വന്നത്? ഇപ്പം ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, ഡാൻസ് ചെയ്യുന്നവരുണ്ട്, മറ്റ് കലാപരിപാടികളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. എഴുത്തുകാരെന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും പേരിൽ കവിത എഴുതുന്നവരോ, കഥ എഴുതുന്നവരോ, ചെറുകഥ എഴുതുന്നവരോ, സാഹിത്യം എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടല്ലോ. നിരൂപണ സാഹിത്യമുണ്ട്, ദാർശനിക സാഹിത്യമുണ്ട്. അവാർഡാണ് ജോബി കൊച്ചിക്കാരൻ പ്രോ എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ജോബിക്ക് കിട്ടിയിരിക്കുന്നത്. കലാ ജോബി അവാർഡ്. കാവ്യമിത്ര അവാർഡ് കൊടുത്ത് സ്വീകരിച്ചിരിക്കണം. അടുത്തതായിട്ട് തീർന്ന കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടത് ഞാൻ, അതായത് നിക്കറിടാതെ നടക്കുന്ന കാലത്ത് ഈ ചുമന്ന കൊടി ഇങ്ങനെ ഇവിടെ വെച്ച് നടക്കുന്ന കണ്ടിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം പാർട്ടി എന്ന് പറയുന്നത് അതിൽ അടിയന്തരാവസ്ഥ ജയിലിലായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീട്ടില് എന്തില്ലെങ്കിലും പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ട്. റഹീം സാറിന്റെ കൂടെ അടിമടിച്ച് ഓടി എന്നുള്ളതല്ലാതെ ഇന്നും തികഞ്ഞ ഒരു പാർട്ടിക്കാരനായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തെ സഖാവ് എന്ന് ഇന്ന് താളം കലാഗ്രൂപ്പ് സ്വന്തം മകളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന് ആദരവ് കൊടുക്കുകയാണ്. ഈ ഗ്രൂപ്പിന്റെ ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാകാൻ അതിന് കാരണക്കാരനായിട്ടുള്ള എന്റെ അപ്പനെ നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തില് ആദരിക്കുമ്പോൾ ഈ ആദരവ് നൽകാനായിട്ട് ഞാൻ വിളിക്കുന്നത് മറ്റൊരു സഖാവായിട്ടുള്ള ജനറൽ സെക്രട്ടറി നമ്മുടെ വിൽസൺ സബാസിനെ തന്നെ വിളിക്കുകയാണ്. അതുപോലെ അദ്ദേഹത്തെ കടന്നു വരികയാണ്, അദ്ദേഹത്തെ വിളിക്കുകയാണ് ഈ അവാർഡ് കൊടുക്കുന്നതിനായിട്ട്. അതോടൊപ്പം തന്നെ വേറൊരു സഖാവ് അവിടെ ആഞ്ഞിരിപ്പുണ്ട്, ഷാജിയെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഈ അവാർഡ് കൊടുക്കുന്നതിനായിട്ട്. ഷാജി അണ്ണനെ വിളിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വേദിയിൽ നിന്ന് നസീമ എന്ന് പറയുന്ന സ്ത്രീയെ വിളിക്കണം. ഇത്രയും പേര് കൂടിയാണ് അപ്പന് ഒരു അവാർഡ് കിട്ടുന്നത്. ഇപ്പൊ അപ്പൻ ചിന്തിക്കുന്നത് ഇതിന്റെ പേരിൽ നാളെ ഞാൻ എത്ര രൂപ ചെലവാക്കേണ്ടി വരും, അതാണ് അപ്പൻ ചിന്തിക്കുന്നത്. അതായത് ആ അവാർഡ് കൊടുക്കുന്നത് സഖാവ് എന്ന് പ്രത്യേകമായിട്ട് വിളിച്ചുകൊണ്ട് തൊടുപുഴ താളം കലാഗ്രൂപ്പ് VT തോമസിന് നൽകുന്ന അവാർഡാണ് സഖാവ് എന്ന അവാർഡ് കൊടുക്കാം. എല്ലാവരുടെയും സൈഡിൽ സഖാവ് എന്നുള്ള അവാർഡ് നമ്മൾ കൊടുക്കുകയാണ്. അടുത്തതായിട്ട് കയറി വരണം, കാരണം ഇത് കുടുംബത്തിന്റെ അവാർഡ് കൊടുക്കുന്നതാണ്. ജോബി പഴയമഞ്ചം ആൻഡ് ഫാമിലി ഈ 2 പേരെയും കൂടെ വിളിക്കുകയാണ്. കാരണം ഇത് അമ്മയോടൊപ്പം 3 വർഷക്കാലം നമുക്കറിയാം, അത് ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവാർഡ് കൊടുക്കുമ്പോൾ ഇത്രയും പേര് കൂടി ഈ ഗ്രൂപ്പില് ബിജുക്കുട്ടന് കൊടുക്കുമ്പോൾ ബിജുക്കുട്ടൻ ഗ്രൂപ്പിലെ സിംഹമാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. ഇത് കടമകൾ നിർവഹിക്കാതെ വൃദ്ധസദനങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ അനേകം ആൾക്കാർക്ക് ഇത് മാതൃകയാകട്ടെ. എല്ലാവരും കൈയ്യടികൊണ്ട് ഇതാണ് താളം കലാഗ്രൂപ്പിന്റെ റെക്കഗ്നൈസേഷൻ പ്രോഗ്രാം തീരുമ്പോ നമുക്ക് ഇവരെ ഇങ്ങനെ വിട്ടാൽ മതിയോ? പോരാ. ഇത് കഴിയുമ്പോ ചോറുണ്ട്. ഇവരെ ഇവിടുന്ന് നിരത്തി നമ്മൾ അവിടെ വരെ ഒരു പ്രദക്ഷിണമായിട്ട് ബാൻഡിമേളത്തിന്റെ അകമ്പടിയോടുകൂടി പ്രോഗ്രാം നടത്താൻ പോകണം. ബാൻഡിമേളം സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവർ മാത്രമേ സ്റ്റേജിലോട്ട് കാണാവുള്ളൂ.
പ്രഗത്ഭരും പ്രശസ്തരും പ്രതിഭാധനനുമായ ഗുരുതുല്യനായ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒരിക്കൽ കൂടി. ഞാൻ അടിമാലിയിൽ നിന്നുകൊണ്ട് ബസ് കയറിയപ്പോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പ്രോഗ്രാം ആയിരിക്കും ഇവിടെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ലായിരുന്നു. എന്തായാലും ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്ന പ്രതീതിയായി. ശരിക്കും ജീവിതത്തിലെ വലിയൊരു അനുഭവം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഏറ്റവും ആദരപൂർവ്വം ഇവിടെ കിട്ടിയ കാവ്യാമൃത പുരസ്കാരം എൻ്റെ പ്രിയ സ്നേഹിതൻ എൻ്റെ ഗുരുതുല്യനായ വിൻസെന്റ് സാറിന് ഞാൻ സമർപ്പിക്കുകയാണ് ആദ്യമായി. അതുപോലെ നിങ്ങൾ നൽകിയ ഈ സ്നേഹത്തിനും നന്ദിക്കുമൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. എനിക്ക് ഒത്തിരി ദൂരം സഞ്ചരിക്കാനുള്ളതുകൊണ്ട് ഞാൻ അധികം താമസിക്കുന്നില്ല, പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുമെന്നറിയില്ല, ഞാൻ ഇവിടെ മാഷൊരു ഹിന്ദി പാട്ട് പാടിയായിരുന്നു. എനിക്ക് പാടാനൊന്നും അറിയില്ല. നിങ്ങളൊക്കെ ഈ പാടൽ കേട്ടോ പ്രമദമനവും അതുപോലെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ മുരുകൻ കാട്ടാക്കടയുടെ ആ സംഗീത ശില്പം ഞാൻ വളരെയധികം ആസ്വദിച്ചു. കുട്ടികളുടെ തിരുവാതിര വളരെ മനോഹരമായിരുന്നു. അതുപോലെ സാറിന്റെ ഹിന്ദി പാട്ട്, അതുപോലെ പ്രമദമനം, പ്രവാചകന്മാരെ വിൻസെന്റ് സാറിന്റെ ഗാനം ഇതൊക്കെ ഇല്ലാതെ ആകർഷിച്ചു. ഒരു കൊച്ചുകൂട്ടമാണെങ്കിലും കലാകാരന്മാരുടെ വളരെയധികം മികവുറ്റ കലാകാരന്മാരുടെ കൂട്ടം എന്നുള്ള നിലയിൽ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ ഒരു സെക്കൻഡ് കൊണ്ടൊന്നും പാടുമല്ല, ഒന്നും പറഞ്ഞു നോക്കാം. ഹിന്ദിയിലാണ് കേട്ടോ മോശം. ഇത് ഹിന്ദിയിലെ കവിതയാണ്. സാധാരണ ചൊൽക്കവിതകൾ ഹിന്ദിയിലില്ല, പറയുകയാണ് ഹിന്ദിയിൽ കവിത. कोई हिटला कर पीते हैं, कोई बरखा के पीते हैं, शराब तेरी आंखों की कसम खा खा कर पीते हैं। कोई हिटला कर पीते हैं, कोई बलका के पीते हैं, शराब तेरी आंखों की कसम खा खा कर पीते हैं। जमाने से तो डरते हैं, जो जमाने से तो डरते हैं वो सदा चुप चुप कर पीते हैं, निगाहों से पीते हैं वो सदा चुप। जमाने से तो डरते हैं, जो जमाने से तो डरते हैं वो सदा चुप चुप तो पीते हैं, निगाह से पीते हैं वो सदा चल कर। अर्थ ഞാൻ പറഞ്ഞേ കേട്ടോ. किसी के कान में हीरे, किसी के नाक में हीरे, मुझे हीरों की जरूरत नहीं, मेरा सब यार है। किसी का कान में हीरे, किसी का नाक में हीरे, मुझे हीरो की जरूरत नहीं, क्योंकि मेरा सब यार हीरो है. क्यों? ചിലരുടെയൊക്കെ കഴുത്തിൽ ആഭരണമുണ്ട്, ചിലരുടെയൊക്കെ മൂക്കിൽ ആഭരണമുണ്ട്. എനിക്ക് ആഭരണത്തിന്റെ ആവശ്യമില്ല, കാരണം നിങ്ങളെല്ലാം എന്റെ ആഭരണങ്ങളാണ്. താളം കലാസാഹിത്യവേദിയുടെ പ്രവർത്തകരുടെ പേരിൽ എൻ്റെ പേരിലുള്ള സ്നേഹിതൻ വി ദേവസാറിന് എൻ്റെ വ്യക്തിപരമായ ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം വളരെയേറെ തിരക്കുള്ള മനുഷ്യനാണ്. എന്നാലും നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ ഞാൻ ഈ എപ്പോഴത്തെ ഒരു കവിത വേണം, ഒരു 5 മിനിറ്റിനുള്ള അന്നേരം എഴുതിയിട്ടുണ്ട്. അല്ലാതെ അതിനകത്ത് താമസമില്ല. 5 മിനിറ്റിനുള്ളിൽ കവിതയും കഥയില്ല അത് എഴുതിയിട്ട് വരും. അതുപോലെ പല ഗ്രൂപ്പുകളിൽ ഞങ്ങൾ ഒന്നിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പുകളിലും വ്യത്യസ്തമായിട്ടുള്ള 5ഉം 10ഉം 15ഉം കവിതകൾ. ഇതൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഈ പുള്ളി എങ്ങനെ പട്ടാളത്തിൽ ജോലി ചെയ്യുമെന്ന് എനിക്കറിയില്ല. നീണ്ട 15 വർഷം പട്ടാളത്തിലെ ജോലി പ്രദേശത്ത് KCB ജോലിയുണ്ട്. ഇതിനിടയ്ക്ക് കുടുംബജീവിതം നയിക്കണം.
എന്നാൽ ഈ തിരക്കിലെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ തൊടുപുഴയിലെ താളം കലാ സാഹിത്യ വേദി എന്നൊരു ഗ്രൂപ്പുണ്ട്, ചെറിയ ഗ്രൂപ്പാണ്, നല്ല ഗ്രൂപ്പാണ്. എന്നാ സാറേ ഞാൻ വരാം എന്ന് പറഞ്ഞ് ഒരു വിമുഖതയും പ്രകടിപ്പിക്കാതെ കൃത്യമായിട്ട് അതിന് തോമസിനോട് വിളിച്ചു. വളരെ സന്തോഷപൂർവ്വം വന്നു. വളരെ ഇപ്പം പുള്ളി തന്നെ പറഞ്ഞ പോലെ ഒരു പൂ ചോദിച്ചു പൂക്കാലം എന്ന് പറഞ്ഞ പോലെ ഒരു ഇതിനിടയ്ക്ക് ഉദ്ഘാടന പ്രശ്നം കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കാനോ ഉടനെ സാധിച്ചില്ല. എന്തായാലും അദ്ദേഹത്തെ ആദരിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. ഒരിക്കൽ കൂടി തൊടുപുഴ താളം കലാ സാഹിത്യ വേദിയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ദേവി സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.